മരിക്കാൻ നേരത്ത് ഒരു അച്ഛൻ മകനെ അടുത്തു വിളിച്ചു ഒരു പഴയ വാച്ച് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ മുത്തച്ഛൻ എനിക്ക് തന്നതാണ്. ഇതിന് ഏകദേശം 100 വർഷം പഴക്കമുണ്ട്. ഇത് വിൽക്കുന്നതിനു മുൻപ് നീ 3 സ്ഥലങ്ങളിൽ ഇതിന്റെ വില ചോദിക്കണം. 1. ആദ്യത്തെ സ്ഥലം. മകനടുത്തുള്ള ഒരു സാധാരണ വാച്ച് ഷോപ്പിൽ പോയി വില ചോദിച്ചു. അവർ പറഞ്ഞു, ഇത് പഴയതാണ്, അധികം സ്ക്രാച്ചുകളുണ്ട്. ഇതിന് വെറും 200 രൂപ മാത്രമേ തരാൻ കഴിയൂ. 2. രണ്ടാമത്തെ സ്ഥലം. മകൻ ഒരു പഴയ ആഭരണക്കടയിൽ പോൺ ഷോപ്പ് പോയി ചോദിച്ചു. അവർ പറഞ്ഞു, ഇത് വളരെ പഴയ മോഡലാണ്, ഇതിന്റെ മെറ്റലിന് വലിയ വിലയില്ല, എങ്കിലും ഞങ്ങൾ 500 രൂപ തരാം. 3. മൂന്നാമത്തെ സ്ഥലം. അച്ഛൻ പറഞ്ഞതനുസരിച്ച് മകൻ ഒരു മ്യൂസിയം പോയി ആ വാച്ച് കാണിച്ചു. അവിടുത്തെ വിദഗ്ധർ അത് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ലോകത്ത് തന്നെ അപൂർവമായി മാത്രം കാണുന്ന ഒരു കളക്ഷനാണ്, ഇതിന് ഞങ്ങൾ 10 ലക്ഷം രൂപ നൽകാം. മകൻ അത്ഭുതപ്പെട്ട് അച്ഛന്റെ അടുത്തെത്തി കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ മൂല്യം അറിയാത്തയിടത്ത് നീ വില കുറഞ്ഞവനായിരിക്കും. ശരിയായ മൂല്യം ലഭിക്കാൻ ശരിയായ സ്ഥലത്ത് നിൽക്കണം. റിയാലിറ്റി ഇതാണ്. പലപ്പോഴും ആളുകൾ വിഷമിക്കുന്നത് തങ്ങൾക്കർഹിച്ച അംഗീകാരം കിട്ടുന്നില്ലല്ലോ എന്നോർത്താണ്. സത്യത്തിൽ നിങ്ങൾ മോശമായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയാൻ ശേഷിയില്ലാത്തവരുടെ ഇടയിൽ നിങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങളെ വിലമതിക്കാത്തവരുടെ ഇടയിൽ നിന്ന് സ്വയം മാറി നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.